ജെനുവിൻ ടാക്സ് പെയറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ജോലിയാണ്. ഞാൻ ഏത് ജെനുവിൻ ടാക്സ് പെയർ ആണെങ്കിലും ഇപ്പോൾ ചില സെക്ടറിന് ചില സമയത്ത് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മളപ്പോൾ പറയും വെന്റിലേറ്റർ കൊടുക്കണമെന്ന് പറയും. നമ്മൾ ഇപ്പം ആശുപത്രി കൊടുക്കുന്ന വെന്റിലേറ്റർ അല്ല. ഇപ്പം ആശുപത്രി കൊടുക്കുന്ന വെന്റിലേറ്റർ വേറൊരുത്തം വന്നാലേ ഇവനെ മാറ്റുള്ളൂ. ഇതിനകത്ത് ശരിക്കും വെന്റിലേറ്റർ കൊടുക്കണം എന്തിനാ? ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വെന്റിലേറ്ററിൻ്റെ ആവശ്യമുണ്ട്. ആ സിറ്റുവേഷൻ ഓവർകം ചെയ്താൽ അയാൾ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരും. അതാണ് വെന്റിലേറ്റർ കൊടുക്കണം. ഇപ്പോൾ വെന്റിലേറ്റർ എന്നുള്ള പ്രയോഗം തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആൾ പോയാലേ ഇയാൾ പോയാൽ എങ്ങനെ പാസ്പോർട്ട് മേടിച്ച് പോയാലേ അടുത്ത ആൾ വരും. ഇല്ലെങ്കിൽ അടുത്ത ആൾ വരുമ്പോൾ വീട്ടുകാരോട് പറയുന്നൊന്ന് മാറ്റിക്കോട്ടെ എന്ന് ചോദിക്കും. അടുത്ത ആൾ റെഡിയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അതുവരെ ചോദിക്കില്ല വീട്ടുകാരോട്. അതല്ല, ആ വെന്റിലേറ്റർ അല്ല, ഈ വെന്റിലേറ്ററാണ്. അത് കൊടുത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യണം. ഇപ്പോൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ആണ് ഗ്ലോബൽ റിസഷൻ നടക്കുന്നത്. ഭയങ്കര ഇഷ്യൂ ഉണ്ടായി. എക്സ്പോർട്ടേഴ്സിന് ഭയങ്കര ഇൻസെൻറ്റീവ്സ് പ്രഖ്യാപിച്ചു. 5 ലക്ഷം കോടി വെച്ച്. ഭയങ്കര ആക്ഷേപം, ആരോപണം. ഈ വലിയ ഗ്ലോബൽ റിസഷൻ്റെ കാലത്ത് എക്സ്പോർട്ടേഴ്സിന് സഹായിച്ചിരിക്കുന്നു, വലിയ ആളുകളെ സഹായിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളൊരു പാർട്ടി മീറ്റിങ്ങിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് ഇത് റേസ് ചെയ്യും. അത് ഞാൻ ACC ഇതില്ല ഉള്ള സമയത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മനോഹരമായ മറുപടി ഉണ്ട്. അതാണ് എൻ്റെ ഈ പോയിന്റ്. അദ്ദേഹം പറഞ്ഞു, ഗ്ലോബൽ റിസഷൻ വരുമ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും പർച്ചേസിങ് പവർ പോകും. പർച്ചേസിങ് പവർ പോയാൽ ആദ്യം അവർ ചെയ്യുന്നത് ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്യാണ്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പോർട്ട് ഓർഡർ ഒരു 80 ചിലപ്പോൾ 100% വരെ ക്യാൻസലേഷൻ വരുവാണ്. അപ്പോൾ ഇത് കെട്ടിക്കിടക്കുവാണ്. അപ്പോൾ എക്സ്പോർട്ടേഴ്സ് എന്ത് ചെയ്യും? ഭയങ്കര ക്രൈസിസിലായി. ഇവരുടെ സാധനങ്ങൾ മുഴുവൻ നിൽക്കുകയാണ്. ഇവരിവിടെ നിന്ന് വാങ്ങിക്കുകയാണ്, ഇവർക്ക് അയക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് നമ്മൾ അവരെ സഹായിക്കണം. അദ്ദേഹം പറഞ്ഞു, ഈ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ, ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ മൻമോഹൻ സിംഗ് പറഞ്ഞു, എക്സ്പോർട്ട് തരിപ്പണമായാൽ നമ്മുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി കൂടി പൊളിയും. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി പൊളിഞ്ഞാൽ മാനുഫാക്ചറേഴ്സിനെ ഫിനാൻസ് ചെയ്തിരിക്കുന്ന ബാങ്കുകൾ പൊളിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട, ഇന്ത്യൻ ഇക്കോണമി കംപ്ലീറ്റ് തകർന്നു. അതാണ് ആ ടൈമിൽ കൊടുക്കുന്ന വെന്റിലേറ്റർ എന്ന് പറയുന്നത്. പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വെന്റിലേറ്റർ ഇത് കൊടുക്കണം. അപ്പോൾ ഈ പറയുന്ന ഈ ജെനുവിൻ ടാക്സ് പെയറെ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇക്കോണമി എങ്ങനെ മുമ്പോട്ട് പോകും? അപ്പോൾ ഓരോ സെക്ടറിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഓരോ സെക്ടറിലും ഓരോ സമയത്തുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്, അവരുടെ മാർക്കറ്റ് എന്താണ്, അവരുടെ മാനുഫാക്ചറിങ് സെക്ടറിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഇക്കോണമിയിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല.